ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് പോവാം. ഇവൻ്റെ പേര് ഷേജ ഫായ് ചങ്ക എന്നാണ് ഇട്ടിരുന്നത്. ഇളയ ചെറുക്കനാണ്, അനിയൻ ചെറുക്കനെ പോലെ കരുതിയിരുന്നു. അവൻ അറക്കലല്ലോ, എന്തേരെ എൻ്റെ നിങ്ങളുടെ പേര് മയില് വായിലും പറഞ്ഞില്ലല്ലോ. ദാവൂദ് ഒമ്പൊമ്പോ വലിയ പൊലയാട്ട് ചിങ്കം ദാവൂദിന്റെ കുഞ്ഞമ്മ ഓത്തവന്റെ അടുത്തായിട്ട് വരും യമന്റെ വീട്. എന്ത് പറയാനാ, ദേവു വന്ന ഞാൻ എന്നെ പോലും പിടിച്ച കിട്ടില്ലെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ അവന്റെ മെസ്സുകൾ കേട്ടിട്ടുണ്ടെന്നോ? അപ്പൊ നീ ഏത് ചാർലിയാടാ? മയിലേ, ഫോട്ടത്തിൽ കാണുന്ന ചാർലിയല്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ നമ്മൾ വിട്ടുകൊടുക്കാൻ ശരിയല്ലല്ലോ. മുറിമോനെ നീ അവിടെ കേട്ടിട്ടുണ്ടെന്നോ? അപ്പൊ നീ ഏത് ചാർലിയാടാ? മയിലേ, ഫോട്ടത്തിൽ കാണുന്ന ചാർലിയല്ലേ? പിന്നെ എനിക്ക് അങ്ങോട്ട് കുരുപെട്ടി. ഇത്രയും പറഞ്ഞപ്പോ പിന്നെ കേട്ടോണ്ട് കൈയും കെട്ടി നോക്കിയിരിക്കണമെന്ന് എന്നെ കിട്ടില്ല. ഞാൻ തിരിച്ചു വിളിക്കും. ഏവനായാലും എന്നെ ഒരിക്കൽ വിളിച്ചാൽ അത് ചീത്ത വിളിച്ചാൽ പൊലയാട് പോനായാലും ഞാൻ വിളിക്കും കേട്ടോ. ഡാപ്പോടാളിയെ മച്ചമ്പി എന്ന് വിളിക്കാനായിട്ട് നമ്മൾ മറ്റേ പണ്ടത്തെ നൻപനോ ചങ്കളോ ഒന്നും അല്ലല്ലോ. തന്നെ നല്ല രീതിക്കണേ, നല്ല രീതിക്ക് മനസ്സിലായില്ലേ? ഞാൻ പഴയ ശത്രുതയൊക്കെ വിട്ടിരിക്കുകയാണ്. അത് തുടങ്ങണമെന്ന് വെച്ചാൽ എനിക്കൊന്നും കഴിയില്ല, മനസ്സിലായില്ലേ? ഒന്നിനെയും അതോലത്തിന്റെ ഊക്ക് കിട്ടിയെന്ന് ആർക്കും എന്തോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എൻ്റെ അറിവിൽ കിട്ടിയിട്ടില്ല. കാരണം അതിൽ ഓരോരുത്തരായിട്ട് ഞാൻ ഓടിച്ചിട്ട് അടിച്ച്, എന്നിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല ആ സംഭവം. അവന്മാരുടെ വിശ്വാസം അവന്മാരെ സംരക്ഷിക്കട്ടെ, എൻ്റെ വിശ്വാസം എന്നെ സംരക്ഷിക്കട്ടെ. ഞാൻ ന്യായ നീതി ധർമ്മം മാത്രമേ ഞാൻ മുന്നോട്ട് കാണുന്നുള്ളൂ. ഇവൻ്റെ മെൻഷൻ കണ്ടല്ലോ. പിന്നെ വിട്ടുകൊടുക്കാനായിട്ട് ഞാൻ ആരുമല്ല. അങ്ങനെ അങ്ങോട്ടങ്ങ് തുടങ്ങി കേട്ടോണ്ട് ഞാൻ 20-ന് 14 41, അവൻ്റെ 20-ന് പിന്നെ ഈ ഒരു 8 ഞാൻ കൗണ്ട് ചെയ്തു. അതിന് 16-ന് 29, അവൻ എൻ്റെ 8-ന് 8 വെച്ചു. അത് കഴിഞ്ഞ് 16-ന് 29, അവൻ എൻ്റെ 29 16 കുറച്ച് വെച്ചു. 16-ന് ഞാൻ 41 കയറ്റി ഇട്ടു. അതിനുശേഷം 16-ന് അവൻ 42, അവൻ്റെ 16-ന് ഞാൻ പിന്നെയും 42 ഇട്ടു. അപ്പോഴവൻ 41-ന് 41 കയറ്റി. ആ 41-ന് ഞാൻ 54 കയറ്റി. അവൻ എൻ്റെ 42-ന് 27 വെച്ച് കുറച്ചു. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് കയറ്റാൻ പോയത് പിന്നെ 27-ന് 37 കയറ്റി വെച്ച് കൊടുത്തു. 54-ന് 29 കുറച്ച് വെച്ചു. അത് കഴിഞ്ഞ് 29-ന് 35 ഞാൻ കയറ്റി വെച്ചു. അത് കഴിഞ്ഞ് 37-ന് അവൻ 32 കുറച്ച് വെച്ചു. ഞാൻ 32-ന് 46 കയറ്റി വെച്ചു. കോൾ പറഞ്ഞു, കട്ട് ചെയ്ത് വിടാം. അത് കഴിഞ്ഞിട്ട് 35-ന് ഞാൻ എൻ്റെ 35-ന് അവൻ 30 ഇട്ട് വന്നു, കുറച്ചു. ആ 30-ന് ഞാൻ 34 ഇട്ടു. എന്നിട്ടും എൻ്റെ മെൻഷന് പിന്നെയും 46-ന് 35 കുറച്ചിട്ടെടുത്ത് പിന്നെയും ഞാൻ കൂട്ടിയടിച്ചു. അവൻ്റെ 35-ന് 1-3 അടിച്ചു. 1-3 ശേഷം 6 ഞാൻ കൗണ്ട് ചെയ്ത് നിങ്ങൾ കേൾപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞതേട്ടല്ലോ, അവൻ മെൻഷൻ അടിക്കുന്നില്ല, കുറച്ചടിച്ചാൽ റിമൂവ്. കണ്ണാപ്പികളടുത്ത് എനിക്ക് കളിക്കാൻ ഇനിയും സമയമില്ല. എൻ്റെ സമയം ഇനി സൈന്യം, എൻ്റെ കൂടെ നിൽക്കുന്നവർ സംരക്ഷണം. അതാണ് എൻ്റെ ഇനി മുദ്രാവാക്യം. അത് വേറെ ഒന്നുമില്ല. നാടായാലും നാട്ടുകാരായാലും ജനമായാലും എൻ്റെ കൂടെ നിൽക്കുന്ന കൂടപ്പറപ്പായാലും ആരായാലും എൻ്റെ സഹായം കേട്ടാൽ ഞാൻ തീർച്ചയായിട്ടും സഹായിക്കും. ഇതേപോലത്തെ വേണം. പിന്നെയും വന്ന് എൻ്റെ 34-ന് 1.16 ഇട്ടു. ആ എൻ്റെ 1.3-ന് 4 വെച്ച് പിന്നെ അവൻ കാണിച്ച് കുറച്ച് വെച്ചു. എൻ്റെ 1.3 40 വെച്ച് കുറച്ചു. എൻ്റെ 1.3-ന് പിന്നെ 3 വെച്ചു. അവൻ്റെ 1.16-ന് 23 വെച്ചു. അവൻ്റെ 40-ന് ഞാൻ പറഞ്ഞ ഒരു ലാസ്റ്റ് വോയിസും കൂടെ കേട്ടിട്ട് വേണം ഈ ഒരു വീഡിയോ എനിക്ക് പര്യവസാനിപ്പിക്കാൻ. മോനെ ടാറ്റ ബൈ ബൈ, എനിക്ക് സമയമില്ല. മോനെ ടാറ്റ ബൈ ബൈ, ഏതെങ്കിലും തീട്ടം ചാട്ടും. കാരണം എന്താണ്, പിള്ളശാപം എനിക്ക് വാങ്ങിക്കാൻ വയ്യ ഗൈസ്. വാങ്ങിച്ച് മടുത്ത ഈ പിള്ളശാപം എനിക്ക് ശരിയാവില്ല. പിള്ളകളെ തട്ടിയിട്ട് കാര്യമില്ല. അവരെ നന്നാവട്ടെ എന്ന് പറഞ്ഞ് അവരെ വഴിക്ക് തള്ളിക്കളയുകയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വഴിക്ക് തടസ്സമായി വന്ന ആരായാലും, ഏത് കൊമ്പൻ്റെ മോനായാലും, ഏത് കൊടിയ കൊമ്പൻ്റെ മോനായാലും ഞാൻ അതിനെതിരെ പ്രതികരിക്കും. ഇതാ എൻ്റെ PM-ൽ വന്ന് മെൻഷൻ അടിച്ചിരിക്കുന്നു. അപ്പോൾ ഇവൻ്റെ പേര് എനിക്ക് ആദ്യം മാറ്റി സേവ് ചെയ്യുക, അത് കഴിഞ്ഞ് അവനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏകമായ ഇനിയുള്ള കാര്യം. അപ്പം നിങ്ങളുടെ അടുത്തൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലത്തെ വാണങ്ങളെ ദയവ് ചെയ്ത് ചവിട്ടാതിരിക്കുക. അധോലോകമെന്ന് പറഞ്ഞാൽ ആ എല്ലാത്തിൻ്റെയും അധിപനെന്നുള്ള ഒരു ചിന്താഗതി മാറ്റുവാൻ, ഇതേപോലത്തെ കഴുകന്മാരുടെ കണ്ണിൻ്റെ മുമ്പിൽ കൂടെ നടക്കുന്ന കഴുകം പറത്തിയ കാര്യവിവരങ്ങളെ അടിച്ചു നശിപ്പിക്കാൻ ഒളിച്ചിരിക്കുന്ന
മറഞ്ഞിരിക്കുന്ന സിംഹങ്ങൾ പുറത്തു വരും എന്നുള്ള കാര്യം മറക്കരുതേ മായരുതേ. എൻ്റെ പൊന്നു സഹോദര, ഏതെങ്കിലും പോയി ഏതെങ്കിലും ചെറിയ കൊച്ചു കണ്ണാപ്പികളോട് കളി, രാജാവിനോട് കളിക്കാൻ വന്ന രാജകീയമായി വരാൻ കഴിവുണ്ടെങ്കിൽ മാത്രം വരിക. അവനെയാലും തോൽപ്പിച്ച ചരിത്രമേ ഈ ഒരു ചെറിയ ഒരു പാവമായ എനിക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ അടുത്ത് കളിക്കുമ്പോഴും സൂക്ഷിച്ച് കളിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്ത വീഡിയോയ്ക്ക് വരെ ചെറിയ ഷോർട്ട് ബ്രേക്ക്. ഇനി അവനെ ഞാൻ ചവിട്ടില്ല. ഇതേപോലത്തെ വാണങ്ങളെ എൻ്റെ മുമ്പിൽ വരാതിരിക്കണം എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ടാറ്റ ബൈ ബൈ ഗൈസ്. ഇവൻ അതോടൊപ്പം തന്നെ ഇവനങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ് ആദ്യ ലക്ഷ്യം. ഇവൻ്റെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവന് ആ ഒരു ലിങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതാണ് നല്ലത്, ആ ബ്ലോക്ക് അടിക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. അത് അതേപടി നടക്കട്ടും. അപ്പോൾ ടാറ്റ. അടുത്ത വീഡിയോയ്ക്കും വരെ ചെറിയ ഷോർട്ട് ബ്രേക്ക്.